നമസ്കാരം. വാർത്തകളുടെ തിരക്കേറിയ ദിനങ്ങളിലൂടെ കടന്നുപോയ കഴിഞ്ഞ ഒരാഴ്ചയിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കാം. മലപ്പുറത്തിന്റെ മണ്ണിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അരങ്ങേറിയ പ്രധാന സംഭവങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു. സ്വാഗതം വീക്കെൻഡിന്റെ പുതിയ എപ്പിസോഡിലേക്ക്. കുറ്റിപ്പുറം ബസ് അപകടത്തിൽ ഡ്രൈവർ ചങ്ങരകുളം സ്വദേശി ഷമീറിനെതിരെ പോലീസ് കേസെടുത്തു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കുറ്റിപ്പുറം പോലീസ് നടപടിയെടുത്തത്. റിപ്പോർട്ടിലേക്ക്. ബസ് അമിത വേഗതയിലായിരുന്നുവെന്നും ഡ്രൈവറുടെ കടുത്ത അശ്രദ്ധയും അനാസ്ഥയുമാണ് അപകടത്തിന് കാരണമായതെന്നും പരാതിയിൽ വ്യക്തമാക്കുന്നു. എന്നാൽ അപകട സമയത്ത് മറ്റ് വാഹനങ്ങൾ ബസ്സിൽ ഇടിക്കുകയോ റോഡിൽ തടസ്സങ്ങൾ ഉണ്ടാകുകയോ ചെയ്തതായി തെളിവുകളില്ലെന്ന് പോലീസ് പറയുന്നു. അമിത വേഗതയിൽ മറ്റ് വാഹനങ്ങളെ ഓവർടേക്ക് ചെയ്യുന്നതിനിടെ കരണം മറിഞ്ഞ ബസിന്റെ ടയർ ഊരിത്തെറിക്കുകയും വാഹനം നടുവേ പിളർന്ന് ഡിവൈഡറിലേക്ക് പതിക്കുകയുമായിരുന്നു. കഴിഞ്ഞ ആഴ്ച അപകടത്തിൽപ്പെട്ട് കിടന്ന കാറിന് മുകളിലേക്കാണ് ബസ് തലകീഴായി വീണത്. അപകടം നടന്നയുടൻ ഡീസൽ ടാങ്ക് പൊട്ടി ഇന്ധനം ഒഴുകിയത് വൻ ഭീതി സൃഷ്ടിച്ചെങ്കിലും നാട്ടുകാരും രക്ഷാപ്രവർത്തകരും ചേർന്ന് ബസ് വെട്ടിപ്പൊളിച്ച് യാത്രക്കാരെ പുറത്തെടുക്കുകയായിരുന്നു. ടയറിന് തകരാറുണ്ടായതാണോ അതോ പൂർണ്ണമായും അമിത വേഗതയാണോ അപകട കാരണമെന്ന് MVD പരിശോധിച്ചു വരികയാണ്. അപകടത്തിൽ പെരുവയൽ സ്വദേശി വൈഷ്ണവ് മരിക്കുകയും 3 പേർ ഗുരുതരാവസ്ഥയിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. പ്രദേശം സ്ഥിരം അപകട മേഖലയാണെന്നും അടിയന്തര നടപടി വേണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. കേരള വിഷൻ, വളാഞ്ചേരി. താനാളൂർ മീനത്തൂർ അമ്മംകുളം ഭഗവതി ക്ഷേത്രത്തിലേക്ക് മരം മുറിഞ്ഞു വീണ് ക്ഷേത്രത്തിന്റെ നടപ്പന്തൽ പരിപൂർണമായി തകർന്നു. ശനിയാഴ്ച രാത്രിയിലാണ് സംഭവം. വർഷങ്ങൾ പഴക്കമുള്ള പൊരിയേണി എന്ന മരമാണ് മുറിഞ്ഞു വീണത്. ശനിയാഴ്ച രാത്രിയിലാണ് മീനത്തൂർ അമ്മംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ ഭഗവതിത്തറയിലെ മരം മുറിഞ്ഞു വീണത്. വർഷങ്ങൾ പഴക്കമുള്ള പെരിയോണി എന്ന മരമാണ് മുറിഞ്ഞു വീണത്. ക്ഷേത്ര ഭാരവാഹികളായ TP മുകേഷ്, ജാനിത്ത, ബൈജു, പ്രദീപ്, ദിനേഷ്, വാർഡ് മെമ്പർ TK നസീർ, പഞ്ചായത്തംഗം AP അസ്ലം, കുഞ്ഞു മീനത്തൂർ, കൂറമ്പത്ത് റിയാസ് എന്നിവരും നാട്ടുകാരും ചേർന്ന് രാത്രി തന്നെ മരം മുറിച്ചു നീക്കി. ഏകദേശം 5 ലക്ഷം രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചതായി ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു. താനാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുഞ്ഞിപ്പ തെയ്യമ്പാടിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രം സന്ദർശിച്ചു. വൈസ് പ്രസിഡന്റ് K ഫാത്തിമ ബീവി, സ്ഥിരം സമിതി അധ്യക്ഷൻ TK നസീർ, ജനപ്രതിനിധികളായ MP അസ്ലം, AV റസാഖ്, ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ PS സഹദേവൻ, TP മുഹ്സിൻ ബാബു, VP ഗഫൂർ എന്നിവരും സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. ക്ഷേത്ര നടപ്പന്തൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ പരമാവധി ജനകീയ സഹായത്തിനായി പിന്തുണ നൽകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കുഞ്ഞിപ്പ തെയ്യമ്പാടി പറഞ്ഞു. വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ പ്രവർത്തിക്കുന്ന ജ്യൂസ് കടയിൽ തീപിടുത്തമുണ്ടായത് ഈ കഴിഞ്ഞ വാരമായിരുന്നു. പാണ്ടി ഓട്ടോമൊബൈൽസിന് സമീപം പ്രവർത്തിക്കുന്ന ജ്യൂസ് കടയിലാണ് തീപിടുത്തമുണ്ടായത്. റിപ്പോർട്ടിലേക്ക്. കച്ചവടം അവസാനിപ്പിച്ച് കടയടച്ച് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിലാണ് തീപിടിച്ച വിവരം അറിഞ്ഞതെന്ന് കടയുടമയുടെ മകൾ പറഞ്ഞു. ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വിവരമറിഞ്ഞ ഉടൻ തന്നെ തിരൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റ്, വളാഞ്ചേരി പോലീസ്, സിവിൽ ഡിഫൻസ് ടീം, പ്രദേശവാസികൾ എന്നിവർ സ്ഥലത്തെത്തി സംയുക്തമായി നടത്തിയ രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് തീ അണയ്ക്കാനായത്. അപകടത്തിൽ ഫർണിച്ചറുകൾ ഒഴികെ കടയിൽ ഉണ്ടായിരുന്ന മെഷീനറികളും മറ്റുപകരണങ്ങളും പൂർണ്ണമായും കത്തിനശിച്ചു. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം സംഭവിച്ചതായാണ് കണക്കാക്കുന്നത്. കേരള വിഷൻ, വളാഞ്ചേരി. MDMA കേസിൽ ഉൾപ്പെട്ട് 2 വർഷത്തോളം ഭൂട്ടാനിൽ ഉൾപ്പെടെ ഒളിവിൽ പോയ പ്രതി പോലീസ് പിടികൂടി. പാലക്കാട് മൈലമ്പാട് സ്വദേശി 26 വയസ്സുള്ള മുഹമ്മദ് അൻസാറിനെയാണ് താനൂർ പോലീസ് ബാംഗ്ലൂരുവിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ 2024 രജിസ്റ്റർ ചെയ്ത MDMA കേസിലെ പ്രതിയാണ് ഇയാൾ. കുറ്റിപ്പാലയിൽ 2024 മെയ് 18 അറസ്റ്റ് ചെയ്ത പ്രതികളിൽ നിന്നാണ് അൻസാറിനെക്കുറിച്ച് വിവരം ലഭിക്കുന്നത്. ഇയാൾ ഭൂട്ടാൻ, വെസ്റ്റ് ബംഗാൾ, ഹിമാചൽ പ്രദേശ് തുടങ്ങിയ പ്രദേശങ്ങളിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. അൻസാർ ബംഗളൂരുവിലെ ഇലക്ട്രോണിക് സിറ്റിയിൽ എത്തിയിട്ടുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ താനൂർ DYSP N ഗോപകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സംഘമെത്തി കസ്റ്റഡിയിലെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കേരള വിഷൻ, താനൂർ. ആശുപത്രിയിലെ ശുചിമുറിയിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവം നമ്മെ ഏറെ ഞെട്ടിച്ചതായിരുന്നു. അകമ്പാടത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് സംഭവം. റിപ്പോർട്ട് കാണാം. നിലമ്പൂർ അകമ്പാടത്തെ ഫാത്തിമ ആശുപത്രിയിലാണ് ഞെട്ടിക്കുന്ന സംഭവം പുറത്തറിഞ്ഞത്. ആശുപത്രിയിലെ ശുചിമുറി വൃത്തിയാക്കുന്നതിനിടെയാണ് ക്ലീനിംഗ് ജീവനക്കാർ വേസ്റ്റ് ബിന്നിൽ നവജാത ശിശുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് ആശുപത്രി അധികൃതർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. സംഭവ സ്ഥലത്തെത്തിയ പോലീസ് സ്ഥലത്ത് പരിശോധന നടത്തി. ആശുപത്രിയിലെ ഡോക്ടർമാരിൽ നിന്നും നഴ്സുമാരിൽ നിന്നും മറ്റ് ജീവനക്കാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു. മാതാവ് ബോധപൂർവം കുഞ്ഞിനെ ഉപേക്ഷിച്ചതാവാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്നാൽ ശാസ്ത്രീയ പരിശോധനകളും തുടർ അന്വേഷണങ്ങളും പൂർത്തിയായ ശേഷമേ സംഭവത്തിന്റെ യഥാർത്ഥ സാഹചര്യം വ്യക്തമാകൂ. ചാലിയാർ സ്വദേശിനിയായ യുവതിയും ബന്ധുക്കളും കഴിഞ്ഞ രാത്രി 11 മണിയോടെയാണ്
ആശുപത്രിയിലെത്തിയത്. രക്തസ്രാവം ഉണ്ടായിരുന്നതിനാൽ യുവതിയെ ഉടൻ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റാൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സ് നിർദ്ദേശിച്ചു. ഇതിനിടെ വസ്ത്രം മാറാനായി യുവതി ശുചിമുറിയിൽ കയറി കുറച്ചു നേരത്തിന് ശേഷമാണ് പുറത്തിറങ്ങിയത്. തുടർന്ന് ആംബുലൻസിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പിന്നീട് ശുചിമുറി വൃത്തിയാക്കാനെത്തിയ ജീവനക്കാരാണ് വേസ്റ്റ് ബിന്നിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. വിവരം ലഭിച്ചതോടെ പോലീസ് ആശുപത്രിയിലെത്തി പരിശോധന നടത്തി. സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും മറ്റ് പരിശോധനാ ഫലങ്ങളും ലഭിച്ച ശേഷമേ മരണകാരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തതയുണ്ടാകൂ. കേരള വിഷൻ, നിലമ്പൂർ. KSRTC ബസ്സിന് സൈഡ് കൊടുക്കുന്നതിനിടെ പിക്കപ്പ് വാൻ കൊക്കയിലേക്ക് മറിഞ്ഞ് 2 പേർക്ക് പരിക്ക്. കേരള തമിഴ്നാട് അതിർത്തിക്ക് സമീപം നാടുകാണി ചുരത്തിലാണ് സംഭവം. അപകടത്തിൽ കർണാടക സ്വദേശികളായ ഇർഫാൻ, ഇമ്രാൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. KSRTC ബസ്സിന് സൈഡ് കൊടുക്കുന്നതിനിടെ ബസ് തട്ടി നിയന്ത്രണം വിട്ടാണ് വാൻ ആഴമേറിയ കൊക്കയിലേക്ക് മറിഞ്ഞതെന്നാണ് വിവരം. റോഡിലേക്ക് വലിയ പാറക്കല്ല് തള്ളി നിൽക്കുന്നതിനാൽ ഇവിടുത്തെ വീതിക്കുറവ് കാരണം ഒരേ സമയം 2 വാഹനങ്ങൾക്ക് കടന്നുപോകാൻ പ്രയാസമാണ്. അപകടത്തെ തുടർന്ന് രക്ഷപ്പെടുത്തിയ ഇരുവരെയും ഉടൻ തന്നെ ആംബുലൻസിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെത്തിച്ചു. പ്രാഥമിക ചികിത്സയ്ക്കു ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി ഇവരെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കേരള വിഷൻ, നിലമ്പൂർ. തിരുവേഗപ്പുറം ചെമ്പ്രയിൽ വാഹനാപകടം. കാൽനട യാത്രക്കാരനായ ഇതര സംസ്ഥാന തൊഴിലാളി ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റവരെ വളാഞ്ചേരി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാലക്കാട് തിരുവേഗപ്പുറ ചെമ്പ്ര ഭജനമടയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരിൽ റോഡിലൂടെ നടന്നു പോകുകയായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയും ഉൾപ്പെടുന്നു. ഇന്ന് രാവിലെയാണ് അപകടം നടന്നത്. നാടപ്പറമ്പിൽ നിന്ന് വളാഞ്ചേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും എതിർദിശയിൽ നിന്നും എത്തിയ ബൈക്കുമാണ് കൂട്ടിയിടിച്ചത്. നിയന്ത്രണം വിട്ട കാർ ആദ്യം ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. സൗണ്ട് കേട്ടു ചായ കുടിക്കോട്ട് ഓടി വന്ന് നോക്കുമ്പോ ഈ കാറ് ഇവിടുന്ന് അങ്ങനെ വേക്കോട്ട് വന്ന് നിൽക്കുന്ന ഒരു രംഗം കണ്ടത്. മനസ്സിലായില്ല. അവിടുന്ന് പെട്ടെന്ന് നോക്കുമ്പോ ഇവിടെ ഒരു ബംഗാളി ഒരാൾ വീണ് കിടക്കുന്നുണ്ട്. അതിനെല്ലാവരും ഓക്സിജൻ ലഞ്ച് കൊടുത്തിട്ട് ഓക്സിജൻ കൊടുക്കുമ്പോൾ പോലെ പോയിട്ട് അപ്പുറത്ത് 2 ആള് കിടക്കുന്നുണ്ട്. അവരെ എന്ത് ചോദിച്ചാൽ അവരെടുത്തിട്ട് പിന്നെ എടുത്തിട്ട് പുറത്തേക്ക് ഒക്കെ ലെവലാക്കി എടുക്കുന്നുണ്ട്. വണ്ടികളൊന്നുമില്ല. അപ്പൊ അങ്ങനെ വെളുത്തുകാരൊരാൾ വന്ന് അങ്ങനെ വണ്ടി വിളിച്ചു. അങ്ങനെ അവരെ 2 ആളെയും പിന്നെ ഓട്ടോറിക്ഷ കയറ്റി ഇയാളെ കാറിലും കൊണ്ടേ കയറ്റി. ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് റോഡരികിലെ ചെറിയ ചാലിലേക്ക് തെറിച്ചു വീണു. തുടർന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ സമീപത്തെ മതിലിലും അതുവഴി നടന്നു പോവുകയായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയിലും ഇടിക്കുകയായിരുന്നുവെന്നാണ് പ്രാഥമിക വിവരം. അപകടത്തിൽ സമീപത്തെ മതിലും തകർന്നു. ഗുരുതരമായി പരിക്കേറ്റ ഇതര സംസ്ഥാന തൊഴിലാളിയെയും മറ്റു 2 പേരെയും നാട്ടുകാരും യാത്രക്കാരും ചേർന്ന് ഉടൻ വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ തുടർ നടപടികൾ പുരോഗമിക്കുകയാണ്. കേരള വിഷൻ, വളാഞ്ചേരി. മഞ്ചേരി പോലീസ് സ്റ്റേഷന് പരിധിയിലെ മാലാങ്കുളത്ത് കാട് വെട്ടി തെളിക്കുന്നതിനിടെ മനുഷ്യന്റെ തലയോട്ടി കണ്ടെത്തി. റിപ്പോർട്ട് കാണാം. സ്വകാര്യ വ്യക്തിയുടെ കൈവശമുള്ള സ്ഥലത്തെ മലപ്രദേശത്ത് അതിഥി തൊഴിലാളികൾ കാട് വെട്ടുന്നതിനിടെയാണ് തലയോട്ടി കണ്ടെത്തിയത്. വിവരം ലഭിച്ചതിനെ തുടർന്ന് മഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. പരിസര പ്രദേശങ്ങളിൽ വിശദമായ പരിശോധന നടത്തിയെങ്കിലും മനുഷ്യ ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങൾ കണ്ടെത്താനായില്ല. തലയോട്ടിയുടെ ഉറവിടവും സംഭവവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളും കണ്ടെത്തുന്നതിനായി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കേരള വിഷൻ, മഞ്ചേരി. ബസ് ഓടിക്കുന്നതിനിടെ ഡ്രൈവർ മൊബൈൽ ഫോൺ ഉപയോഗിച്ച സംഭവം ഈ കഴിഞ്ഞ വാരമായിരുന്നു. സംഭവത്തിൽ കോഴിക്കോട് തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ശാസ്ത ബസ് കുറ്റിപ്പുറം പോലീസ് കസ്റ്റഡിയിലെടുത്തു. തിരൂർ ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരമാണ് കുറ്റിപ്പുറം സബ് ഇൻസ്പെക്ടർ സുധീർ ബസ് കസ്റ്റഡിയിലെടുത്തത്. റിപ്പോർട്ടിലേക്ക്. ഞായറാഴ്ച കുറ്റിപ്പുറത്ത് ഒരാളുടെ മരണത്തിനിടയാക്കിയ ബസ് അപകടത്തിന് ശേഷമാണ് ഡ്രൈവർ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ബസ് ഓടിക്കുന്ന ദൃശ്യം പുറത്തുവന്നത്. അപകടമുണ്ടായ സ്ഥലത്ത് നിന്ന് 100 മീറ്റർ അകലെ വെച്ചായിരുന്നു സംഭവം. ദേശീയപാത 66 ആലുവരിപ്പാതയിൽ സ്വകാര്യ ബസ്സുകൾ അമിത വേഗതയിലും അലക്ഷ്യമായും സർവീസ് നടത്തുന്നതിനെതിരെ വ്യാപക പരാതികൾ ഉയരുന്നതിനിടയിലാണ് ഈ നടപടി. കസ്റ്റഡിയിലെടുത്ത ബസ് കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് അറിയിച്ചു. സംഭവത്തിൽ ഡ്രൈവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. ഡ്രൈവറോട് സ്റ്റേഷനിൽ ഹാജരാക്കാൻ നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും ഇതുവരെയും ഹാജരായിട്ടില്ല. ചങ്ങരകുളത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. കുറ്റിപ്പുറം തൃശൂർ സംസ്ഥാന പാതയിലെ ചങ്ങരകുളം സ്വകാര്യ ആശുപത്രിക്ക് മുൻവശമാണ് അപകടം നടന്നത്. അതിന്റെ ദൃശ്യങ്ങളിലേക്ക്. വയനാട് സ്വദേശി നരോത്ര സന്തോഷിന്റെ മകൻ 24 വയസ്സുള്ള സെൽബിനാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന പടിഞ്ഞാറേത്തറ ദാസന്റെ മകൻ 29 വയസ്സുള്ള അമലിന് ഗുരുതരമായി പരിക്കേറ്റു. വയനാട് സ്വദേശികളായ സെൽബിനും അമലും സഞ്ചരിച്ച ബൈക്ക് എതിരെ വന്ന
കാറിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ തെറിച്ചു വീണ ഇരുവരെയും നാട്ടുകാർ ചേർന്ന് സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സെൽബിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ഗുരുതരമായി പരിക്കേറ്റ അമലിനെ പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മരിച്ച സെൽബിന്റെ മൃതദേഹം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. വയനാട്ടിൽ നിന്ന് എറണാകുളം പോകുന്നതിനിടെയാണ് സുഹൃത്തുക്കളായ സെൽബിനും അമലും സഞ്ചരിച്ച ബൈക്ക് അപകടത്തിൽപ്പെട്ടത്. ചങ്ങരംകുളം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കേരള വിഷൻ, മലപ്പുറം. വളാഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മാട്ടുമലിൽ നടത്തിയ പരിശോധനയിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 1 കിലോയിലധികം കഞ്ചാവുമായി പശ്ചിമ ബംഗാൾ സ്വദേശി അറസ്റ്റിൽ. പശ്ചിമ ബംഗാൾ സ്വദേശി 33 വയസ്സുള്ള സുമാൻ ദാസാണ് പിടിയിലായത്. സംഭവ സ്ഥലത്തുണ്ടായിരുന്ന മറ്റൊരാൾ ഓടി രക്ഷപ്പെട്ടു. കഴിഞ്ഞ ദിവസം രാത്രി 11:30ഓടെയാണ് സംഭവം. മാട്ടുമൽ വിസ്മയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന് സമീപം മയക്കുമരുന്നുമായി ആളുകൾ നിൽക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് വളാഞ്ചേരി സബ് ഇൻസ്പെക്ടർ AK ഫിറോസും സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തുകയായിരുന്നു. പോലീസിനെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ നാട്ടുകാരുടെ സഹായത്തോടെ തടഞ്ഞുവെച്ചു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കവറിൽ സൂക്ഷിച്ച കഞ്ചാവ് കണ്ടെടുത്തത്. झूठ मत नहीं बोलो, झूठ मत नहीं बोलो. ഒപ്പമുണ്ടായിരുന്ന മറ്റൊരാൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കേരള വിഷൻ, വളാഞ്ചേരി. പൊന്നാനിയുടെ മണൽപ്പരപ്പിൽ ഓടിത്തുടങ്ങി 21-ാം വയസ്സിൽ വെള്ളി നേടിയ രാജ്യത്തിന്റെ അഭിമാനമായ ബാസിലാണ് ഈ കഴിഞ്ഞ വാരത്തെ താരം. ഓടുമ്പോൾ ശരീരവും വേഗവും നിയന്ത്രിക്കുവാൻ സഹായിക്കുന്ന 2 കൈപ്പത്തികളിൽ ഒന്നില്ലെങ്കിലും ബേസിലിന്റെ കുതിപ്പിന് തടയിടാൻ ഒന്നിനുമായിട്ടില്ല. റിപ്പോർട്ട് കാണാം. പിറവിയിലെ മുട്ടിനു താഴെയില്ലാത്ത വലത് കൈയുടെ കരുത്തിനെ കാലുകളിലേക്ക് ആവാഹിച്ചു കുതിച്ച പൊന്നാനിക്കാരൻ മുഹമ്മദ് ബാസിൽ വെട്ടിപ്പിടിച്ചത് ചരിത്രവെള്ളി. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസ് പാരാ അത്ലറ്റിക്സിലെ അതിവേഗക്കാരുടെ പോരാട്ടമായ 100 മീറ്റർ സ്പ്രിന്റിൽ 10.83 സെക്കൻഡ് എന്ന മിന്നൽ വേഗവുമായാണ് പൊന്നാനി പള്ളപ്രം കളത്തിങ്ങൽ സിറാജുദ്ദീന്റെയും സീനത്തിന്റെയും മകൻ മുഹമ്മദ് ബാസിൽ ഇന്ത്യയുടെ വെള്ളി താരമായി മാറിയത്. കൈക്ക് പരിമിതിയുള്ളവരുടെ മത്സര വിഭാഗമായ T47-ൽ ആഫ്രിക്കയുടെയും ഓസ്ട്രേലിയയുടെയും താരങ്ങളെ പിന്തള്ളിയായിരുന്നു മലയാളി താരത്തിന്റെ വെള്ളി നേട്ടം. 10.71 സെക്കൻഡിൽ ഫിനിഷ് ചെയ്ത മഹാരാഷ്ട്രക്കാരൻ ദിലീപ് മഹാദുവിനാണ് സ്വർണം. കേരളത്തിൽ നിന്ന് ബാസിൽ മാത്രമാണ് ഗ്ലാസ്ഗോ പാരാ അത്ലറ്റിക്കിൽ പങ്കെടുത്ത മലയാളി. നേരത്തെ പാരീസിൽ നടന്ന വേൾഡ് പാരാ അത്ലറ്റിക് ഗ്രാൻഡ് പ്രിക്സ് ഹാൻഡി സ്പോർട്ട് ഓപ്പൺ ചാമ്പ്യൻഷിപ്പിൽ സീനിയർ വിഭാഗം 100 മീറ്റർ ഓട്ടത്തിൽ ബാസിൽ സ്വർണം നേടിയിരുന്നു. കഴിഞ്ഞ വർഷം ചെന്നൈയിലും ഡൽഹിയിലും നടന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിൽ 100 മീറ്റർ ഓട്ടത്തിൽ ഒന്നാമതായി. 2022-ൽ ഗുജറാത്തിൽ നടന്ന പാരാ അത്ലറ്റിക് ദേശീയ ചാമ്പ്യൻഷിപ്പിലും സ്വർണം നേടിയിരുന്നു. സംസ്ഥാന ജൂനിയർ അത്ലറ്റിക്സിൽ ജനറൽ വിഭാഗത്തിൽ ഒന്നാമതെത്തിയിട്ടുമുണ്ട്. ചെറവല്ലൂർ ഗുഡ് ഹോപ്പ് സെൻട്രൽ സ്കൂളിലെ കായികാധ്യാപകനായ KV അനസാണ് ബാസിലിന്റെ പരിശീലകൻ. 7ാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കെ ഫുട്ബോൾ കളിക്കുന്നതിനിടെയാണ് ബാസിലിന്റെ ഓട്ടം അനസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഫുട്ബോളിനേക്കാൾ ബാസിൽ കുതിക്കുക ഓട്ടത്തിലാണെന്ന് മനസ്സിലാക്കിയ അധ്യാപകൻ ഒപ്പം കൂട്ടി മികച്ച പരിശീലനവും പ്രചോദനവും നൽകി. ഗ്ലാസ്ഗോയിലെ തന്റെ വെള്ളി മെഡൽ നേട്ടം മാതാപിതാക്കൾക്കും അംഗപരിമിതിയുള്ള 2 സഹോദരങ്ങൾക്കും കോച്ചിനും സമ്മാനിക്കുകയാണ് അനസ്. തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിൽ 3ാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ്. തിരുവനന്തപുരം സായിയിലാണ് നിലവിൽ ബാസിലിന്റെ പരിശീലനം. പടിഞ്ഞാറങ്ങാടി സെന്ററിൽ രക്ഷിതാക്കൾക്കൊപ്പം എത്തിയ കുട്ടി കടയിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങി ഓടിയതിൽ കാറിടിച്ച അപകടം. 2 വയസ്സുകാരൻ രക്ഷപ്പെട്ടത് തലനാരിഴക്കി. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളിലേക്ക്. കടയിൽ നിന്നും പുറത്തിറങ്ങിയ കുട്ടി ഫുട്പാത്തിലൂടെ നടന്ന് റോഡിന്റെ മറുവശത്തേക്ക് ഓടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അപകടത്തിൽപ്പെട്ടത്. കുട്ടി പെട്ടെന്ന് റോഡിലേക്ക് ഇറങ്ങി ഓടുന്നത് കണ്ട് അതുവഴി വന്ന ഒരു ഇരുചക്ര വാഹന യാത്രക്കാരൻ കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. ഇതിനിടയിലാണ് കാർ കുട്ടിയെ ഇടിക്കുന്നത്. അപകടത്തിൽ കുട്ടിക്ക് പരിക്കേറ്റിട്ടുണ്ട്. പലപ്പോഴായി ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കപ്പെടുന്നുമുണ്ട്. കുട്ടികളുടെ കാര്യത്തിൽ രക്ഷിതാക്കൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന മുന്നറിയിപ്പാണ് ഈ സംഭവം നൽകുന്നത്. മലപ്പുറം വേങ്ങര തിരൂരങ്ങാടി മേഖലയിൽ അനധികൃത ലോട്ടറിയുടെ മറവിൽ സ്വകാര്യ വ്യക്തി കൊയ്യുന്നത് കോടികൾ. കേരള ഭാഗ്യക്കുറിയുടെ വയറ്റത്തടിച്ചാണ് മലപ്പുറം ജില്ലയിൽ നഗര ഗ്രാമ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് എഴുത്ത് ലോട്ടറി മാഫിയകൾ തഴച്ചു വളരുന്നത്.
വാട്സപ്പിൽ നിന്നും മുന്നേറി മൊബൈൽ ആപ്ലിക്കേഷൻ ഉൾപ്പെടെ രൂപപ്പെടുത്തിയാണ് കേരള ഭാഗ്യക്കുറിക്ക് സമാന്തരമായി എഴുത്തു ലോട്ടറി മാഫിയയുടെ പ്രവർത്തനം. അംഗീകൃത ലോട്ടറി ഏജൻസികളുടെ മറവിലും രഹസ്യ കേന്ദ്രങ്ങളിലുമാണ് എഴുത്തു ലോട്ടറി വിൽപ്പന നടക്കുന്നത്. പോലീസ് നടപടികൾക്കിടയിലും അനധികൃത ലോട്ടറി ഇടപാട് സജീവമാണ്. വിവിധ ദിവസങ്ങളിൽ നറുക്കെടുക്കുന്ന കേരള ഭാഗ്യക്കുറിയുടെ സമ്മാനം ലഭിക്കുന്ന ടിക്കറ്റിന്റെ അവസാന 3 നമ്പർ മുൻകൂട്ടി എഴുതി പണം കൊയ്യുന്നതാണ് എഴുത്തു ലോട്ടറിയുടെ രീതി. നമ്പറുകൾ ഒത്തുവന്നാൽ 5000 രൂപ മുതൽ 12,000 രൂപ വരെ ലഭിക്കും. ഇത്തരത്തിൽ ലക്ഷങ്ങൾ വരെ സമ്മാനം നേടുന്നവരുണ്ട്. വിൽപ്പനയിലൂടെ ഇടനിലക്കാർ തൊട്ട് മുഖ്യ നടത്തിപ്പുകാരൻ ഉൾപ്പെടെ ദിനംപ്രതി 10,000 രൂപ മുതൽ ലക്ഷങ്ങൾ വരെ സമ്പാദിക്കുന്നുണ്ടെന്നാണ് അന്വേഷണത്തിൽ ലഭിച്ച വിവരം. ഒറ്റത്തവണ നമ്പർ എഴുതിയതിന് 10 രൂപയാണ് ഇടപാടുകാരിൽ നിന്ന് ഈടാക്കുന്നത്. ഇത്തരത്തിൽ വൻ തുക മുടക്കി നമ്പർ എഴുതുന്നവരുമേറെ. ദിവസേന 10 നമ്പറുകളിലധികം എഴുതുന്നവരാണ് ഭൂരിപക്ഷവും. മുൻകൂർ സാധ്യതാ നമ്പർ കടലാസിൽ എഴുതി നൽകും. ഇത്തരത്തിൽ ആയിരക്കണക്കിന് എഴുത്ത് ലോട്ടറി ഇടപാടാണ് ദിനംപ്രതി നടക്കുന്നത്. മലപ്പുറം തിരൂരങ്ങാടി കേന്ദ്രീകരിച്ച് ഒരാളിലൂടെ വൻ ശൃംഖല തന്നെ രംഗത്തുണ്ട്. ഇയാളിലൂടെയാണ് എഴുത്തു ലോട്ടറി സജീവമാകുന്നത്. 15 വർഷമായി ഇയാൾ ഈ മേഖലയിലുണ്ടെന്നാണ് രഹസ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അനധികൃത ലോട്ടറി ഇടപാടിലൂടെ ഇയാൾ കോടികൾ സമ്പാദിച്ചിട്ടുണ്ടെന്ന വിവരം നേരത്തെ പുറത്തു വന്നിരുന്നു. ഉന്നതങ്ങളിലെ പിടിപാടാണ് എഴുത്തു ലോട്ടറിയിലൂടെ തഴച്ചു വളരുന്നതിന് വഴിയൊരുക്കുന്നത്. പോലീസ് ഇടയ്ക്കിടെ നടത്തുന്ന എഴുത്തു ലോട്ടറി വേട്ടയിലൊന്നും ഇയാൾ കുടുങ്ങാറില്ലെന്നും പറയുന്നു. 125-ലധികം പേർ മലപ്പുറം ജില്ലയിലെ വിവിധ മേഖലയിൽ ഇടനിലക്കാരായുണ്ട്. വേങ്ങര ബസ് സ്റ്റാൻഡ്, ഓട്ടോ സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ചും വേങ്ങര മാർക്കറ്റ് റോഡ്, അരീക്കുളം, സിനിമാൾ ജംഗ്ഷൻ, പിക്കപ്പ് സ്റ്റാൻഡ്, ചേറൂൺ, തീണ്ടിയാട് തുടങ്ങിയ മേഖലകളിലുമായാണ് ഇവരുടെ രഹസ്യ ഇടപാട്. ഇവ കൂടാതെ വിവിധ കണ്ണികളായി തിരൂരങ്ങാടി, ചേളാരി, തേഞ്ഞിപ്പലം, രാമനാട്ടുകര എന്നിവിടങ്ങളിലും ലോട്ടറി ചൂതാട്ടം നടക്കുന്നുണ്ട്. വേങ്ങര ഉൾപ്പെടുന്ന മേഖലയിൽ +2, ഡിഗ്രി തലങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും എഴുത്തു ലോട്ടറിയുടെ ഇരകളാണ്. രക്ഷിതാക്കൾ അറിയാതെയാണ് വിദ്യാർത്ഥികൾ ലോട്ടറി ചൂതാട്ടത്തിലേർപ്പെടുന്നത്. വിദ്യാലയങ്ങളിലേക്കും മറ്റുമെന്നും പറഞ്ഞാണ് വിദ്യാർത്ഥികൾ പലരും രക്ഷിതാക്കളിൽ നിന്ന് പണം വാങ്ങുന്നത്. ദൈനംദിന ചെലവുകൾക്കെന്ന പേരിൽ വാങ്ങുന്ന തുക പോലും എഴുത്തു ലോട്ടറിക്ക് വേണ്ടി ചെലവഴിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. കേരള ഭാഗ്യക്കുറി ഏജന്റുമാരിൽ പലരും എഴുത്തു ലോട്ടറി മാഫിയയുടെ കണ്ണികളാണ്. കേരള ഭാഗ്യക്കുറിയേക്കാൾ വേഗത്തിൽ സമ്മാനങ്ങൾ ലഭിക്കുന്നതും തുച്ഛമായ തുകയുമായതിനാലാണ് വിദ്യാർത്ഥികളെ ഉൾപ്പെടെ എഴുത്തു ലോട്ടറിയിലേക്ക് ആകർഷിക്കുന്നത്. സർക്കാർ തലത്തിൽ നിയമ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ സംസ്ഥാനത്തെ 1000-ഓളം ഏജൻസികൾക്കും കച്ചവടക്കാർക്കും സർക്കാർ ഖജനാവിനും വൻ നഷ്ടമാണ് ഉണ്ടാവുകയെന്ന പരാതി ഏജന്റുമാർക്കിടയിലുണ്ട്. എഴുത്തു ലോട്ടറി നടക്കുന്നതായി വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടപടി ശക്തമാക്കിയിട്ടുണ്ടെങ്കിലും വേങ്ങര പോലീസും തിരൂരങ്ങാടി പോലീസും കാര്യമായി പരിശോധന നടത്തുന്നില്ല എന്ന് നാട്ടുകാർ പറയുന്നു. ന്യൂസ് ഡെസ്ക് കേരള വിഷൻ. ഒഴുക്കിൽപ്പെട്ട് കാണാതായ 4 വയസ്സുകാരൻ മരിച്ച സംഭവം നമ്മെ ഏറെ ഞെട്ടിക്കുന്നതായിരുന്നു. വണ്ടൂർ തിരുവാലി ഏറിയാട് കണ്ണമംഗലത്ത് അബ്ദുൽ മുനീറിന്റെ മകൻ അബ്ദുൽ മുഹൈനിയാണ് മരിച്ചത്. കുട്ടി തോട്ടിൽ വീണ് ഒഴുക്കിൽപ്പെട്ടത് കണ്ടെങ്കിലും സ്ലാബുകൾ മൂടിയ തോടായതിനാൽ രക്ഷപ്പെടുത്താനായില്ല. ഫയർഫോഴ്സ് ജീവനക്കാരും നാട്ടുകാരും ഏറെ സമയം നടത്തിയ തെരച്ചിലിനൊടുവിലാണ് കുട്ടിയെ കോട്ടാലത്തോടിൽ നിന്നും കണ്ടെടുത്തത്. കുട്ടി ഒഴുക്കിൽപ്പെട്ട സ്ഥലത്തു നിന്നും 2 കിലോമീറ്ററോളം താഴെ കൊട്ടാലത്തോട്ടിലെത്തിയിരുന്നു. അബോധാവസ്ഥയിലായ കുട്ടിയെ ആദ്യം തിരുവാലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പിന്നീട് വണ്ടൂർ സ്വകാര്യ ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കേരള വിഷൻ, കൊണ്ടോട്ടി. 20 വർഷം പഴക്കമുള്ള ആൽമരം ഇനി ഓർമ്മയിലേക്ക്. എരമംഗലം ശ്രീ കല്ലുപുള്ളി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ആൽമരമാണ് കടപുഴകി വീണത്. വിവരമറിഞ്ഞെത്തിയ പൊന്നാനി അഗ്നിരക്ഷാസേന മണിക്കൂറോളം നടത്തിയ രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ മരത്തിന്റെ ശാഖകൾ മുറിച്ചു മാറ്റി അമ്പലത്തിലേക്ക് വഴി പുനഃസ്ഥാപിച്ചു. എരമംഗലം ശ്രീ കല്ലൂർപുള്ളി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഏകദേശം 200 വർഷത്തോളം പഴക്കമുള്ള ആൽമരമാണ് ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:30 കടപുഴകി വീണത്. മരം വീഴുന്നതിന് മുൻപ് വിണ്ടുകീറുന്ന വലിയ ശബ്ദം കേട്ടതോടെ തൊട്ടടുത്ത കടയിലുണ്ടായിരുന്നവർ ഉടൻ നാട്ടുകാരെ വിവരമറിയിച്ചതിനാൽ ആളുകൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി. നിമിഷങ്ങൾക്കകം ആൽമരം നിലം പതിക്കുകയായിരുന്നു. സംഭവ സമയത്ത് സമീപത്ത് ആളുകളില്ലാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. കടപുഴകി വീണ ആൽമരത്തിന്റെ ശാഖകൾ സമീപത്തെ ചീരമ്പത്തിൽ അമ്മുവിന്റെ വീടിന് മുകളിലേക്ക് പതിച്ച് വീടിന് ഭാഗിക നാശനഷ്ടമുണ്ടാക്കി. സംഭവ സമയത്ത് വീട്ടിൽ ആരും ഇല്ലാതിരുന്നതിനാൽ അപകടം ഒഴിവായി. കൂടാതെ കുറ്റേരി ഗോപിയുടെ വീടിന്റെ മതിലും തകർന്നു. വിവരമറിഞ്ഞെത്തിയ പൊന്നാനി അഗ്നിരക്ഷാസേന മണിക്കൂറുകളോളം നടത്തിയ രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ മരത്തിന്റെ ശാഖകൾ മുറിച്ചുമാറ്റി അമ്പലത്തിലേക്ക് വഴി പുനഃസ്ഥാപിച്ചു. സംഭവസ്ഥലം വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബബിത നൌഫൽ, പഞ്ചായത്ത് അംഗങ്ങൾ, പെരുമ്പടപ്പ് പോലീസ് എന്നിവർ സന്ദർശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തി. കടകളിൽ കയറിച്ചെന്ന് ഉടമയുടെ പരിചയക്കാരനാണെന്ന് വിശ്വസിപ്പിച്ച് ജീവനക്കാരിൽ നിന്ന് പണവും വാഹനവും തട്ടിയെടുത്തതായി പരാതി. വളാഞ്ചേരി, കൽപ്പകഞ്ചേരി എന്നിവിടങ്ങളിൽ നിന്ന് വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ ഇത്തരത്തിൽ തട്ടിപ്പ് അരങ്ങേറി.
കടുങ്ങാത്തുകുണ്ടിലെ ഒരു കടയിൽ നിന്ന് ജീവനക്കാരന്റെ ബൈക്കും പ്രതി മോഷ്ടിച്ചിട്ടുണ്ട്. സംഭവത്തിൽ വ്യാപാരികൾ പോലീസിൽ പരാതി നൽകി. വളാഞ്ചേരിയിലും പരിസരങ്ങളിലുമായി ഒന്നിലധികം സ്ഥാപനങ്ങളിലാണ് തട്ടിപ്പ് നടന്നിട്ടുള്ളത്. അധികാരഭാവത്തിൽ കടയിലെത്തുന്ന പ്രതി ഉടമയുടെ അടുത്ത പരിചയക്കാരനാണെന്ന് ജീവനക്കാരെ വിശ്വസിപ്പിക്കും. തുടർന്ന് ഉടമ ആവശ്യപ്പെട്ടതാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പണം കൈക്കലാക്കുകയാണ് ഇയാളുടെ രീതി. വളാഞ്ചേരിയിലെ 2 സ്ഥാപനങ്ങളിലും കലുപ്പകഞ്ചേരിയിലെ ഒരു കടയിലും ഇയാൾ സമാന രീതിയിൽ പണം തട്ടിയെടുത്തിട്ടുണ്ട്. ഇതിനു മുൻപായി കടുങ്ങാത്തുകുണ്ടിലെ ബ്രൈഡൽ ഹബ് എന്ന സ്ഥാപനത്തിലെത്തിയ ഇതേ വ്യക്തി ഉടമയുടെ സുഹൃത്ത് ചമഞ്ഞ് ജീവനക്കാരന്റെ ബൈക്കും തട്ടിയെടുത്തിരുന്നു. ഈ ബൈക്കിലാണ് പ്രതി മറ്റ് സ്ഥാപനങ്ങളിൽ സഞ്ചരിച്ച് തട്ടിപ്പ് നടത്തുന്നതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. തട്ടിപ്പിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. നീല നിറത്തിലുള്ള ടീഷർട്ട് ധരിച്ച യുവാവാണ് തട്ടിപ്പിന് പിന്നിലെന്നാണ് ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത്. ബൈക്കിലെത്തി ജീവനക്കാരുമായി സംസാരിച്ച് വിശ്വസിപ്പിച്ചാണ് ഇയാൾ പണം കൈക്കലാക്കുന്നത്. സംഭവത്തിൽ വ്യാപാരികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കേരള വിഷൻ, വളാഞ്ചേരി. അടിപിടി കേസിലെ പ്രതി പിടിയിൽ. തിരൂരിലെ ബാറിനകത്ത് അടിപിടിയുണ്ടാക്കിയ നിരവധി കേസുകളിൽ ഉൾപ്പെട്ട പ്രതിയാണ് തിരൂർ പോലീസിന്റെ പിടിയിലായത്. തിരൂരിലെ ദീപ ബാറിൽ അടിയുണ്ടാക്കിയ കളവ് കേസ്, അബ്കാരി കേസുകൾ ഉൾപ്പെടെയുള്ള നിരവധി കേസിലെ പ്രതിയായ പിലാത്തോട്ടത്തിൽ വീട്ടിൽ 46 വയസ്സുള്ള യാക്കൂബിനെയാണ് പോലീസ് പൊറ്റത്തപ്പടിയിൽ വെച്ച് പിടികൂടിയത്. അടിപിടിയിൽ കോട്ട് സ്വദേശിയായ സാജിദിന് കൈക്കും വയറിനും കാലിനും ഗുരുതരമായ പരിക്ക് പറ്റിയിരുന്നു. പരിക്ക് പറ്റിയ ആളുടെ വണ്ടി റെന്റിനെടുത്തു എന്ന വിഷയമാണ് അടിപിടിക്ക് കാരണമായത്. തിരൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അനിൽകുമാർ ടി മേപ്പള്ളി, SI-മാരായ ജിഷ്ണു, ജിതിൻ, നസീർ, പോലീസ് ഉദ്യോഗസ്ഥരായ രതീഷ്, ടോണി, ആദർശ്, അനന്തു, ഹബീർ, ഗിത്തു എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. പ്രതിയെ പൊന്നാനി കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു. കേരള വിഷൻ, തിരൂർ. വളാഞ്ചേരിയിൽ 16 വയസ്സുകാരന് നേരെ ക്രൂര ആക്രമണം. ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന വിദ്യാർത്ഥിയെ തടഞ്ഞു നിർത്തി ഇരുമ്പ് ദണ്ട് ഉപയോഗിച്ച് മർദ്ദിച്ച സംഭവത്തിൽ ഓട്ടോ ഡ്രൈവർക്കെതിരെ വളാഞ്ചേരി പോലീസ് കേസെടുത്തു. വളാഞ്ചേരി വലിയകുന്ന് സ്വദേശിയായ സമീറിനെതിരെയാണ് വളാഞ്ചേരി പോലീസ് കേസെടുത്തത്. ആക്രമണത്തിൽ മുഖത്തിന് പരിക്കേറ്റ വലിയകുന്ന് സ്വദേശി മുഹമ്മദ് സിനാൻ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ചൊവ്വാഴ്ച വൈകിട്ട് 4:45 വലിയകുന്നിലെ മുനാസ് മഡ് ടർഫിന് സമീപത്താണ് സംഭവം. കുടുംബസുഹൃത്ത് ആഷിഖിനൊപ്പം ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന സിനാനെ സമീർ ഓട്ടോയിലെത്തി തടഞ്ഞു നിർത്തിയെന്നാണ് പരാതി. വലിയൊന്ന് ടൗണ് പോയെന്ന് അപ്പൊ ഒരു ഓട്ടോ ഡ്രൈവർ വന്ന് അടിച്ചതാ. അത് 2-3 ദിവസം മുന്നേ വേറൊരു ചെക്കനായിട്ട് പ്രശ്നമായിരുന്നു. അത് ഞാനേന്നില്ല, വേറെ ഒരുത്തനായിരുന്നു. അപ്പോൾ എൻ്റെ ഒപ്പം വന്നിട്ട് ആ ചെക്കൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു അടി കൊണ്ടേ. അപ്പൊ ആ ചെക്കൻ്റെ ഒപ്പം ഞാൻ ഉണ്ടായിട്ട് ഇന്നിട്ട് അടിച്ചതാ. തുടർന്ന് ഇരുമ്പ് ദണ്ട് ഉപയോഗിച്ച് മുഖത്തടിക്കുകയും ചവിട്ടി വീഴ്ത്തുകയും ചെയ്തതായും പരാതിയിൽ പറയുന്നു. കമ്പി, പിന്നെ ഒരു ഇടിവാള പോലത്തെ സാധനമൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം ഒരു കമ്പി കൊണ്ട് തലക്കടിച്ചപ്പോൾ അവിടെ വീണ്, പിന്നെ ഒന്നും ചെയ്യാൻ വയ്ക്കില്ല. അപ്പൊ അവിടെ ഇട്ട് നെഞ്ഞിനൊക്കെ ചവിട്ടി. സ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ ജൂനിയർ സീനിയർ സംഘർഷത്തെ തുടർന്നുണ്ടായ മുൻ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പരാതിയിൽ പറയുന്നു. പ്രതിയുടെ മകൻ ഉൾപ്പെട്ട സ്കൂൾ സംഘർഷത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥിയെ സിനാൻ സഹായിച്ചതിലുള്ള വിരോധമാണ് സംഭവത്തിന് കാരണമായതെന്നും ആരോപണമുണ്ട്. സിനാന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വളാഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സംഭവത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ മാതാപിതാക്കൾ ചൈൽഡ് ലൈനിനും പരാതി നൽകിയിട്ടുണ്ട്. കേരള വിഷൻ, വളാഞ്ചേരി. വീക്കെൻഡിനി അടുത്ത വാരം. നമസ്കാരം.